പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പേഴ്സൻറ്റേജ് എന്ന ടോപ്പിക്കിനകത്തിലെ മോഡൽ 14, 15, 16, 17 ഏകദേശം 4 മോഡൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യം മോഡൽ 14 നോക്കാം. 2 സ്ഥാനാർത്ഥികൾ തമ്മിൽ മത്സരിച്ച ഒരു ഇലക്ഷനിൽ ഒരാൾ 55% വോട്ട് നേടി 400 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുവെങ്കിൽ ആകെ പോൾ ചെയ്ത വോട്ട്. 2 സ്ഥാനാർത്ഥികൾ തമ്മിൽ മത്സരിച്ച ഒരു ഇലക്ഷനിൽ ഒരാൾ 55% വോട്ട് നേടി 400 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുവെങ്കിൽ ആകെ പോൾ ചെയ്ത വോട്ടുകൾ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം. 2 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് അല്ലേ. എ എന്നും ബി എന്നും കൊടുക്കാം. 2 സ്ഥാനാർത്ഥികൾ തമ്മിൽ മത്സരിച്ചു. ഓക്കെ, ഒരാൾക്ക് 55% വോട്ട് നേടി, എ എന്ന ആൾക്ക് 55% വോട്ട് നേടിയെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ശതമാനം പറയുന്നത് എപ്പോഴും 100ൻ്റെ ബേസിലാണ് അല്ലേ. 100ൽ 55% എക്ക് കിട്ടിയെങ്കിൽ ബിക്ക് എത്ര ശതമാനം കിട്ടിക്കാണും? നമുക്കറിയാം 100 മൈനസ് 55 അല്ലേ. 100 മൈനസ് 55 ആൻസർ 45 എന്ന് കിട്ടും. 45% അടുത്ത ആൾക്ക് കിട്ടിയ വോട്ടെന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം 2 പേര് മത്സരിച്ചതിനകത്ത് ഒരാൾക്ക് 55% വോട്ട് കിട്ടിയെങ്കിൽ രണ്ടാമത്തെ ആൾക്ക് എത്ര വോട്ടുകൾ കിട്ടിക്കാണും? 45% വോട്ടുകൾ കിട്ടിക്കാണും അല്ലേ. എന്നിട്ട് ഈ 55% വോട്ട് നേടിയ ആൾ 400 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. 400 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന ആൾക്ക് 55% കിട്ടി, ബി എന്ന് പറയുന്ന ആൾക്ക് 45% കിട്ടി അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടിയത് എക്കാണല്ലോ. എ എന്ന് പറയുന്ന ആൾക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. എത്ര ശതമാനമാണ് എ എന്ന് പറയുന്ന ആൾക്ക് കൂടുതലുള്ളത്? ബിക്ക് 45 ഉള്ളൂ, എക്ക് 55 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 10% ആർക്കധികമാണ്? 10% വോട്ട് എക്ക് അധികമാണ് അല്ലേ. 55 മൈനസ് 45 ചെയ്യുമ്പോൾ 10% വോട്ട്. 10% വോട്ട് എ എന്ന് പറയുന്ന ആൾക്ക് കൂടുതലാണ് എന്ന് വെച്ചാൽ 400 വോട്ടാണ് ഈ 10% എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 400 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? ബി യേക്കാൾ 400 വോട്ട് കൂടുതലാണ് ആർക്ക്? എ എന്ന് പറയുന്ന ആൾക്ക്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. ഭൂരിപക്ഷം മീൻസ് അധികമുള്ള വോട്ടിനെയാണ് നമ്മൾ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്ന ആളിനേക്കാൾ 400 വോട്ടിന് കൂടുതലാണ് ആര്? എ എന്ന് പറയുന്ന ആൾ അല്ലേ. 400 വോട്ടാണ് എ എന്ന് പറയുന്ന ആൾക്ക് അധികമായിട്ടുള്ളത്. ഇത്രയും മനസ്സിലായോ? എന്തൊക്കെയാണ് പറഞ്ഞത്? എ എന്ന് പറയുന്ന ആൾക്ക് 55% വോട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്ന ആൾക്ക് ബാക്കി 45% വോട്ട് ലഭിച്ചു. ഇനി ഇവർ തമ്മിൽ എത്ര ശതമാനത്തിൻ്റെ വ്യത്യാസമുണ്ട്? എ എന്ന് പറയുന്ന ആൾക്ക് ബി യേക്കാൾ 10% കൂടുതലാണ്. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് പോലെ ബി യേക്കാൾ 400 വോട്ട് കൂടുതലാണ് ആർക്കെന്ന് പറയുന്നത്? എ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ അധികമുള്ള 10% എന്ന് പറയുന്നത് 400 വോട്ടാണ്. മനസ്സിലായോ? അധികമുള്ള 10% എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം കിട്ടിയ വോട്ടാണ് അല്ലേ. അധികമായിട്ട് കിട്ടിയ വോട്ടാണ്. അത് 400 ആണ്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാമല്ലോ, 10% എന്ന് പറയുന്നത് 400 വോട്ടാണ്. ഇനി നമ്മൾ മോഡൽ 4ലേക്ക് തിരിച്ചു പോകണം. മോഡൽ 4 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു സംഖ്യയുടെ A% ബി ആയാൽ സംഖ്യ എന്ന് പറയുന്നത് B/A × 100 ആണ് അല്ലേ. ഇവിടുത്തെ ആകെ വോട്ട് എത്രയാണെന്ന് നമുക്കറിയില്ല. ആകെ വോട്ടെന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയില്ല. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ വോട്ടിൻ്റെ 10% 400 ആണെങ്കിൽ ആകെ വോട്ടെന്ന് പറയുന്നത് എന്തായിരിക്കും? 400 ഡിവൈഡഡ് ബൈ 10 × 100 ആയിരിക്കും. മനസ്സിലായോ? ഇത് നമ്മൾ മോഡൽ 4നകത്ത് ഡിസ്കസ് ചെയ്ത് എന്താ? ഒരു സംഖ്യയുടെ A% ബി ആയാൽ, ഇവിടെ A% ബി ആയാൽ സംഖ്യ എന്ന് പറയുന്നത് B ഡിവൈഡഡ് ബൈ A × 100 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആകെ വോട്ടിൻ്റെ 10% 400 ആയാൽ ആ വോട്ടിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്ത് കിട്ടും? 400 ഡിവൈഡഡ് ബൈ 10 × 100 എന്ന് കിട്ടും അല്ലേ. ദേ 0യും 0യും ക്യാൻസൽ ചെയ്തു. 40 × 100 4000 വോട്ടെന്ന് കിട്ടി. മനസ്സിലായോ? അപ്പം 4000 വോട്ടാണ് ആകെ ഇവിടെ ചെയ്ത വോട്ടെന്ന് പറയുന്നത്. മനസ്സിലായോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? എന്താണ് പറഞ്ഞത്? 2 പേർ മത്സരിച്ച ഇലക്ഷനിൽ ഒരാൾക്ക് 55% വോട്ട് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം രണ്ടാമത്തെ ആൾക്ക് എത്ര ശതമാനം കിട്ടിക്കാണും? 100 മൈനസ് 55 ബാക്കി 45% കിട്ടിക്കാണും. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 10% അല്ലേ. രണ്ടാമത്തെ ആളേക്കാൾ 10% കൂടുതലാണ് ആദ്യത്തെ ആൾക്ക്.
അത് എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷമാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 400 വോട്ടിൻ്റെ ഭൂരിപക്ഷം. ഭൂരിപക്ഷം എന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള വോട്ടിൻ്റെ വ്യത്യാസമാണ് 400 എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ശതമാനം, വ്യത്യാസ ശതമാനം 10%. ആ 10% ഈ പറഞ്ഞേക്കുന്ന 400. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആകെ വോട്ടിൻ്റെ 10% 400 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വോട്ട് കണ്ടുപിടിക്കാനായിട്ട് 400 ഡിവൈഡ് ബൈ 10 × 100 ചെയ്യും. ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻ റെഡി ആണല്ലോ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ മത്സരിച്ച ഒരു ഇലക്ഷനിൽ ഒരാൾക്ക് 60% വോട്ട് നേടി 600 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എങ്കിൽ ആകെ പോൾ ചെയ്ത വോട്ടുകൾ എത്ര? ഓക്കെ, ഇവിടെയും എന്താ പറഞ്ഞേക്കുന്നത്? രണ്ട് ആൾക്കാർ ഇലക്ഷന് മത്സരിച്ചു. ആദ്യത്തെ ആൾക്ക് 60% വോട്ട് ലഭിച്ചു. 60% വോട്ട് ലഭിച്ചെങ്കിൽ രണ്ടാമത്തെ ആൾക്ക് എത്ര ശതമാനം ലഭിച്ചു കാണും? 40%. അല്ലേ? 100-ലാണ് നമ്മൾ ശതമാനം പറയുന്നത്. അതിൽ 60% എ എന്ന് പറയുന്ന ആൾക്ക് കിട്ടിയെങ്കിൽ ബാക്കി 40% ആർക്കാണ് കിട്ടിയത്? ബി എന്ന് പറയുന്ന ആൾക്കാണ് കിട്ടിയത്. അല്ലേ? ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്ര നോക്കിയേ. ബിയേക്കാൾ 20% കൂടുതലാണ് ആർക്ക്? എക്ക്. അല്ലേ? ഈ ബിയേക്കാൾ 20% കൂടുതലാണ്, 20% വോട്ട് കൂടുതലാണ് എക്ക്. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 600 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചേക്കുന്നത്. നോക്കിയേ, ബിയേക്കാൾ 600 വോട്ടുകൾ കൂടുതലാണ് ആർക്കെന്ന് പറയുന്നത്? എക്ക് എന്ന് പറയുന്നത്. ബിയേക്കാൾ 600 വോട്ടുകൾ കൂടുതലാണ് എന്ന് വെച്ചാൽ ഈ 20%, അധികമുള്ള 20% എന്ന് പറയുന്നതാണ് എത്ര വോട്ട്? 600 വോട്ട്. മനസ്സിലായോ? ആകെ വോട്ടിൻ്റെ 20%-ആണ് 600 എങ്കിൽ നമുക്കറിയാം ആകെ വോട്ടെന്ന് പറയുന്നത് എത്ര കിട്ടും? 600 ഡിവൈഡഡ് ബൈ 20 × 100 എന്ന് കിട്ടും. അല്ലേ? 0 ക്യാൻസൽ ചെയ്ത് 60 ഡിവൈഡ് ബൈ 2 30 എന്ന് കിട്ടി. 30 × 100 3000 എന്ന് കിട്ടി. ഓപ്ഷൻ എ. മനസ്സിലായോ പറഞ്ഞേക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ മത്സരിച്ച ഒരു ഇലക്ഷനിൽ ഒരാൾക്ക് 52 വോട്ട് നേടി 400 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. നോക്കിയേ, 2 പേർ മത്സരിച്ചു, എയും ബിയും. അതിൽ ഒരാൾക്ക് 52% വോട്ട് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ആൾക്ക് എത്ര ശതമാനം ലഭിച്ചു കാണും? 48% വോട്ട് ലഭിച്ചു കാണും. അല്ലേ? ഇവരുടെ വോട്ടുകൾ തമ്മിലുള്ള ശതമാനത്തിൻ്റെ വ്യത്യാസം എത്രയായിരിക്കും? 52 - 48. അല്ലേ? 4%. 52 - 48 4%. അപ്പം 4%. ബിയേക്കാൾ 4% എക്ക് അധികം. അല്ലേ? വോട്ടിൻ്റെ എണ്ണം പറയുകയാണെങ്കിലോ, ബിയേക്കാൾ 400 വോട്ടിൻ്റെ അധിക ഭൂരിപക്ഷം. ബിയേക്കാൾ 400 വോട്ടിൻ്റെ അധിക ഭൂരിപക്ഷം എന്ന് വെച്ചാൽ 400 എന്ന് പറയുന്നതാണ് ഈ 4%. ഓക്കെ ആണല്ലോ? എങ്കിൽ ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്യണം? 400 ഡിവൈഡഡ് ബൈ 4 × 100. ഈ ഒരു കണക്ക് നമ്മൾ മോഡൽ 4-നകത്ത് ഡിസ്കസ് ചെയ്തതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. ദെൻ ചെയ്യുമ്പോൾ നമുക്ക് 100 എന്ന് കിട്ടും. 100 × 100 എത്ര കിട്ടും? 100 × 100 10,000 എന്ന് കിട്ടും. 10,000. ഓപ്ഷൻ ബി. ബിയും ഇവിടെ രണ്ടും ഒരേ ഓപ്ഷനാണ്. ഓക്കെ, ഏതെങ്കിലും ഒരു ഓപ്ഷൻ 10,000 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ? ഇത് മനസ്സിലായല്ലോ? ഈ ഒരു മോഡൽ മനസ്സിലായല്ലോ? ഇത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കണക്കാണ്, അല്ലാതെ ഇക്വേഷൻ ഒന്നും കാണാൻ പിടിക്കേണ്ടതായിട്ടൊന്നുമില്ല. ഇത് മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത മോഡലിലേക്ക് പോകാം. മോഡൽ 15. ഓക്കെ, ഇവിടെ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ മത്സരിച്ച ഒരു ഇലക്ഷനിൽ 500 വോട്ടുകൾ അസാധുവായിരുന്നു. അസാധു മീൻസ് 500 വോട്ടുകൾ എന്തായിപ്പോയി? ക്യാൻസലായിപ്പോയി, അസാധുവായിപ്പോയി. ഓക്കെ, വിജയിച്ച സ്ഥാനാർത്ഥി സാധുവായ വോട്ടിൻ്റെ 55% നേടി. 700 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എങ്കിൽ ആകെ പോൾ ചെയ്ത വോട്ടുകൾ എത്ര? ഇവിടെ ആകെ പോൾ ചെയ്ത വോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധുവായ വോട്ടും അസാധുവായ വോട്ടും കൂടെ കൂട്ടുന്നതാണ്. അല്ലേ? ഇവിടെ സാധുവായ വോട്ടും പ്ലസ് അസാധുവായ വോട്ടും കൂടെ കൂട്ടുന്നതാണ് ആകെ പോൾ ചെയ്ത വോട്ടുകൾ. മനസ്സിലായോ? കഴിഞ്ഞ കണക്കിൽ നമ്മൾ അസാധുവായ വോട്ടില്ലായിരുന്നു, പക്ഷേ ഇവിടെ അസാധുവായ വോട്ടും കൂടെ ഉണ്ട്. അല്ലേ? അപ്പം സാധുവായ വോട്ട്, ആകെ കിട്ടിയ സാധുവായ വോട്ടിൻ്റെ കൂടെ എന്തും കൂടെ കൂട്ടണം? അസാധുവായ വോട്ടും കൂടെ എന്ത് ചെയ്യണം? അസാധുവായ വോട്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അങ്ങനെ എങ്കിലേ ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം കിട്ടത്തുള്ളൂ. മനസ്സിലായോ? അസാധുവിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അല്ലേ? എല്ലാവരും പോൾ ചെയ്തു, എല്ലാവരും വോട്ട് ചെയ്തു. ആ ഒരു ഇലക്ഷനിൽ എല്ലാവരും
വോട്ട് ചെയ്തു, പക്ഷേ അതിൽ കുറച്ച് വോട്ടുകൾ എന്തായിപ്പോയി, അസാധുവായി പോയി എന്ന് വെച്ച് നമുക്കതിനെ കൺസിഡർ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അവിടെ പോൾ ചെയ്ത വോട്ടുകളാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അസാധുവായ വോട്ടിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. ഓക്കെ ആണോ? ഒരു ഇലക്ഷനിൽ വോട്ട് ചെയ്ത എല്ലാ വോട്ടിനെയും കൂടെ ആണ് നമ്മൾ എടുക്കേണ്ടത്. അതുകൊണ്ട് അസാധുവായതും എടുക്കണം, സാധുവായ വോട്ടും എടുക്കണം, അല്ലേ? ഇവിടെ അസാധുവായ വോട്ട് തന്നിട്ടുണ്ട്, 500 തന്നിട്ടുണ്ട്, അല്ലേ? അസാധുവായ വോട്ട് 500 തന്നിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ, സാധുവായ വോട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സാധുവായ വോട്ടിൻ്റെ എണ്ണമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന് അവർ പറഞ്ഞിട്ടുണ്ട്, സാധുവായ വോട്ടിൻ്റെ 55% ഒരു സ്ഥാനാർത്ഥി. അപ്പോൾ 2 സ്ഥാനാർത്ഥികൾ തമ്മിൽ മത്സരിച്ചു. സാധുവായ വോട്ടിൻ്റെ 55% ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ മറ്റേ ആൾക്ക് എത്ര കിട്ടിക്കാണും? കഴിഞ്ഞ കണക്ക് ഇതുപോലെ 45% കിട്ടിക്കാണും, അല്ലേ? ഒരു ആൾക്ക് 55% കിട്ടിയെങ്കിൽ രണ്ടാമത്തെ ആൾക്ക് വോട്ടിൻ്റെ എത്ര ശതമാനം കിട്ടിക്കാണും? 45% കിട്ടിക്കാണും. ഇനി ഈ 45-നേക്കാൾ എത്ര കൂടുതലാണ് എക്ക് കിട്ടിയേക്കുന്നത്? 10%. ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്ര? 10%. 10% അധികമാണ് എക്ക് കിട്ടിയത്, അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ 700 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചതെന്ന് പറഞ്ഞു, അല്ലേ? ഈ 700 വോട്ടാണ് ഇവിടുത്തെ 10% എന്ന് പറയുന്നത്, അല്ലേ? അധികമുള്ള ശതമാനം എന്ന് പറയുന്നത് എന്താ? അധികമുള്ള വോട്ടിൻ്റെ എണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ 10% 700 എങ്കിൽ അവിടുത്തെ സാധുവായ വോട്ടെന്ന് പറയുന്നത് എത്ര കിട്ടും? 700 ഡിവൈഡ് ബൈ 10 × 100 എന്ന് കിട്ടും, അല്ലേ? ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 7000 എന്ന് കിട്ടും. അവിടെ സാധുവായ വോട്ടെന്ന് പറയുന്നത് എത്രയാണ്? 7000 സാധുവായ വോട്ടെന്ന് പറയുന്നത് 7000. ഓക്കെ ആണോ? ഈ ഒരു പോർഷൻ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച മോഡലിനകത്ത് ചെയ്ത പോലെ. അങ്ങനെയാണെങ്കിൽ സാധുവായ വോട്ടിൻ്റെ എണ്ണം കിട്ടി 7000 പ്ലസ് ഇവിടെ അസാധുവായ വോട്ട് എത്രയായിരുന്നു? 500, അല്ലേ? അങ്ങനെയാണെങ്കിൽ ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ എണ്ണം എത്ര കിട്ടും? 7500 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. മനസ്സിലായല്ലോ? ഇവിടെ ആകെ പോൾ ചെയ്ത വോട്ടുകളാണ് ചോദിച്ചത്. അതിൽ സാധുവായ വോട്ടും പെടും, അസാധുവായ വോട്ടും പെടും, അല്ലേ? അസാധുവായ വോട്ടിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്. സാധുവായ വോട്ടിൻ്റെ എണ്ണം കഴിഞ്ഞ മോഡലിൽ നമ്മൾ കണ്ടുപിടിച്ച പോലെ എന്ത് ചെയ്യുക? കണ്ടുപിടിച്ചിട്ട് ഇത് തമ്മിൽ ആഡ് ചെയ്ത് എഴുതണം. ഓക്കെ, ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് വായിച്ച് നോക്കണം. അല്ലാതെ നമ്മൾ സാധുവായ വോട്ടിൻ്റെ എണ്ണം മാത്രം കണ്ടുപിടിച്ചിട്ട് അത് ഓപ്ഷനിൽ നിന്നും സെലക്ട് ചെയ്യരുത്. ആകെ പോൾ ചെയ്ത വോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതേ നോക്കിയാൽ 2 സ്ഥാനാർത്ഥികൾ തമ്മിൽ മത്സരിച്ച ഒരു ഇലക്ഷനിൽ 400 വോട്ടുകൾ അസാധുവായിരുന്നു. അപ്പോൾ 400 വോട്ട് എന്തായിരുന്നു? അസാധുവായ വോട്ടാണ്. ഇനി സാധുവായ വോട്ടിൻ്റെ 60% നേടി 800 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുവെങ്കിൽ ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ എണ്ണം എത്ര? ആകെ പോൾ ചെയ്ത വോട്ടെന്ന് പറയുന്നത് എത്രയായിരിക്കും? സാധുവായ വോട്ട് പ്ലസ് അസാധുവായ വോട്ട്, അല്ലേ? സാധുവായ വോട്ട് പ്ലസ് അസാധുവായ വോട്ട്. ഇനി സാധുവായ വോട്ട് നോക്കാം. 2 പേരാണ് മത്സരിച്ച എയും ബിയും, അല്ലേ? ആദ്യത്തെ ആൾക്ക് 60% വോട്ട് കിട്ടിയെങ്കിൽ രണ്ടാമത്തെ ആൾക്ക് എത്ര ശതമാനമായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? 40% കിട്ടിയിട്ടുണ്ടാവുക, അല്ലേ? ഇവർ തമ്മിൽ എത്ര ശതമാനത്തിൻ്റെ വ്യത്യാസമുണ്ട്? 20% വ്യത്യാസമുണ്ട്, അല്ലേ? ഈ 20% എന്ന് പറയുന്നത് എന്താ? ഈ വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അത് 800 ആണ്. മനസ്സിലായല്ലോ? 20% എന്ന് വെച്ചാൽ നമുക്ക് അധികമായിട്ട് ലഭിച്ച ഭൂരിപക്ഷത്തെയാണ് 20% കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതാകുമ്പോൾ 800. അപ്പോൾ നമ്മൾ പറയാം സാധുവായ വോട്ടിൻ്റെ 20% 800 ആയാൽ സാധുവായ വോട്ടിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 800 ഡിവൈഡ് ബൈ 20 × 100 ആണ്. ഓക്കെ, 20ഉം 800ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 40 എന്ന് കിട്ടും. 40 × 100 4000 എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ തീരുന്നില്ല, ക്വസ്റ്റ്യൻ ഇവിടെ തീരുന്നില്ല. നമ്മൾ സാധുവായ വോട്ടാണ് കണ്ടുപിടിച്ചത് 4000. ഇനി അസാധുവായ വോട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 400. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര കിട്ടും? 4400 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, 2 സ്ഥാനാർത്ഥികൾ തമ്മിൽ മത്സരിച്ച ഒരു ഇലക്ഷനിൽ 300 വോട്ടുകൾ അസാധുവായിരുന്നു. 300 വോട്ട് എന്തായിരുന്നു? അസാധുവായ വോട്ടായിരുന്നു. ഒരാൾ സാധുവായ വോട്ടിൻ്റെ 52% നേടി 200 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുവെങ്കിൽ ആകെ പോൾ ചെയ്ത വോട്ടുകൾ എത്ര? ആകെ പോൾ ചെയ്ത വോട്ടെന്ന് പറയുന്ന സാധുവായ വോട്ട് പ്ലസ് അസാധുവായ വോട്ട്. ഇനി സാധുവായ വോട്ടെന്ന് പറഞ്ഞാൽ 2 പേരാണ് മത്സരിച്ചത്, അല്ലേ? എയും ബിയും മത്സരിച്ചു. അതിൽ എ എന്ന് പറയുന്ന ആൾക്ക് 52% കിട്ടിയെങ്കിൽ ബിക്ക് 48% കിട്ടിക്കാണും. ഓക്കെ ആണല്ലോ?
ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാ? 4%. ബിയേക്കാൾ 4% അധികം വോട്ടാണ് എക്ക് ലഭിച്ചത്. അതാണ് നമ്മുടെ ഭൂരിപക്ഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എത്ര വോട്ടാ? 200 വോട്ട്. ബിയേക്കാൾ 200 വോട്ട് കൂടുതലാണ് എക്ക്. അതാണ് 4% 200. അപ്പോൾ സാധുവായ വോട്ടിൻ്റെ 4% 200 എങ്കിൽ സാധുവായ വോട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 200 ഡിവൈഡഡ് ബൈ 4 × 100. ഓക്കെ, ആൻസർ 5000 എന്ന് കിട്ടി. ആൻസർ എത്ര കിട്ടി? 5000. അപ്പോൾ സാധുവായ വോട്ട് എന്ന് പറയുന്നത് 5000 കിട്ടി. ഇനി എന്ത് ചെയ്യണം? ആകെ പോൾ ചെയ്ത വോട്ട് കാണണമെങ്കിൽ സാധുവായ വോട്ടിൻ്റെ കൂടെ അസാധുവായ വോട്ട് കൂട്ടണം അല്ലേ? സാധുവായ വോട്ട് എന്ന് പറയുന്നത് 5000 അസാധുവായ വോട്ട് 300. 5000 + 300 5300 എന്ന് കിട്ടി. ഓക്കെ ആണോ? ഓപ്ഷൻ എ. മനസ്സിലായല്ലോ? ഇനി അടുത്തൊരു മോഡലിലേക്ക് പോവാം. നോക്കാം. ഒരാൾ തൻ്റെ വരുമാനത്തിൻ്റെ 40% ഭാര്യയ്ക്കും 30% ഭക്ഷണത്തിനും 20% മക്കൾക്കും നൽകി. ബാക്കി അദ്ദേഹത്തിൻ്റെ കൈവശം 2000 രൂപ ഉണ്ടെങ്കിൽ അയാളുടെ വരുമാനം എത്ര? എന്താ പറഞ്ഞേക്കുന്നത്? അയാൾക്ക് 100% വരുമാനമുണ്ട് അല്ലേ? ശതമാനം പറയുന്നത് നമ്മൾ 100%ത്തിലാണ്. ഈ 100% വരുമാനത്തിൽ 40% ആർക്ക് കൊടുത്തു? ഭാര്യയ്ക്ക് കൊടുത്തു. 40% ഭാര്യയ്ക്ക് കൊടുത്തു. അടുത്ത 30% ആർക്ക് കൊടുത്തു? ഭക്ഷണത്തിന് കൊടുത്തു. 20% ആർക്ക് കൊടുത്തു? മക്കൾക്ക് കൊടുത്തു. 40% ഭാര്യയ്ക്ക് കൊടുത്തു, 30% ഭക്ഷണത്തിനും 20% മക്കൾക്കും നൽകി അല്ലേ? അയാളുടെ വരുമാനം 100% ഉണ്ടായിരുന്നു. നമുക്കിത് 100 രൂപ അല്ലെങ്കിൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 100 രൂപയാണ് അയാളുടെ വരുമാനം. അതിൽ 40 രൂപ ഭാര്യയ്ക്ക് കൊടുത്തു, 30 രൂപ ഭക്ഷണത്തിന് കൊടുത്തു, 20 രൂപ മകൾക്ക് കൊടുത്തു അല്ലേ? അങ്ങനെയാണെങ്കിൽ അയാളുടെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 40 + 30 + 20 ആണ് അല്ലേ? 90 എന്നുള്ളതാണ് അയാളുടെ ടോട്ടൽ എക്സ്പെൻസ്. അപ്പോൾ 100 രൂപ വരുമാനത്തിൽ അയാൾക്ക് 90 രൂപ ചിലവാണ് അല്ലേ? എക്സ്പെൻസ് ആണ്. 100 രൂപയുടെ വരുമാനമുള്ള അയാൾക്ക് 90 രൂപ എക്സ്പെൻസ് ആണ്. ബാക്കി 10 രൂപയാണ് അയാളുടെ കയ്യിൽ അവശേഷിക്കുന്നത്. ബാക്കി എത്ര രൂപയാ? 10 രൂപയാണ് അവശേഷിക്കുന്നത് അല്ലേ? അയാളുടെ മിച്ചം എന്ന് പറയുന്നത് 10 രൂപയാണ്. അത് നീ ശതമാനത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ അയാൾക്ക് 40% ഭാര്യയ്ക്ക് നൽകി, 30% ഭക്ഷണത്തിന് നൽകി, 20% എന്തിനു നൽകി? മക്കൾക്ക് നൽകി. അങ്ങനെയാണെങ്കിൽ അയാൾ ആകെ ചിലവെന്ന് പറയുന്നത് 40 + 30 + 20 90%. അയാളുടെ ആകെ വരുമാനത്തിൻ്റെ 90% ചിലവായി പോകും. ഓക്കെ, ബാക്കി 10% അയാൾ മിച്ചം വെക്കുന്നത്. 10% അയാളുടെ മിച്ചമുള്ളത്. അയാളുടെ കൈവശം ബാക്കി ഉണ്ടാവുന്നത് 10%. ആ 10% 2000 രൂപ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? എന്താണ് പറഞ്ഞത്? അയാളുടെ വരുമാനത്തിൻ്റെ 90% ചിലവായി പോകുന്നു. ബാക്കി 10% മിച്ചമുള്ളത്. ആ 10% എത്ര രൂപയാണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? 2000 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ വരുമാനത്തിൻ്റെ 10% 2000 രൂപയാണെങ്കിൽ വരുമാനം എന്ന് പറയുന്നത് എന്തായിരിക്കും? 2000 ഡിവൈഡഡ് ബൈ 10 × 100. 2000 ഡിവൈഡ് ബൈ 10 × 100 എത്ര കിട്ടും? 0 ക്യാൻസൽ ചെയ്തു. 200 × 100 20000 എന്ന് കിട്ടി. അപ്പോൾ അയാളുടെ വരുമാനം 20000 രൂപയാണ്. അതിൽ 40% ഭാര്യയ്ക്ക്, 30% ഭക്ഷണത്തിന്, 20% മക്കൾക്ക്. ഇത് ഇത്രയും അയാളുടെ ചിലവാണ്. ആ ചിലവ് കഴിഞ്ഞിട്ട് ബാക്കി 10% അവശേഷിക്കുന്നത്. ആ 10% 2000 എന്ന് പറയുന്നത്. ഓക്കെ, അത് വെച്ച് നമ്മൾ എന്ത് ചെയ്തു? അയാൾക്ക് കിട്ടുന്ന വരുമാനം കണ്ടുപിടിച്ചു. ഏത് ഇക്വേഷൻ? മോഡൽ 4 നമ്മൾ പഠിച്ച ഇക്വേഷൻ. ഓക്കെ ആണല്ലോ? അടുത്ത കണക്കിലേക്ക് പോവാം. ഒരാൾ തൻ്റെ വരുമാനത്തിൻ്റെ 50% ഭാര്യയ്ക്കും 20% മകൾക്കും 10% ഭക്ഷണത്തിന് നൽകി. അങ്ങനെ ആണെങ്കിൽ നമുക്ക് പറയാം അയാളുടെ വരുമാനത്തിൻ്റെ ഏകദേശം 50 + 20 + 10 80% അയാൾ എന്ത് ചെയ്തു? വിനിയോഗിച്ചു അല്ലേ? അല്ലെങ്കിൽ ചിലവാക്കി. 80% അയാൾ എന്ത് ചെയ്തു? ചിലവാക്കി. തൻ്റെ വരുമാനത്തിൻ്റെ 80% അയാൾ എന്ത് ചെയ്തു? ചിലവാക്കി. ബാക്കി അദ്ദേഹത്തിൻ്റെ കൈവശം 8000 രൂപയുണ്ട്. അങ്ങനെയാണെങ്കിൽ 100%ത്തിൽ നിന്നും ബാക്കി 20% അയാളുടെ കൈവശം ഉണ്ടായിരുന്നത്.
80% ചിലവാക്കി, ബാക്കി 20% അയാളുടെ കയ്യിലുണ്ട്. ആ 20% എന്ന് പറയുന്നത് 8000 രൂപയാണ്. 20% എന്ന് പറയുന്നത് 8000 രൂപയാണെങ്കിൽ ആകെ വരുമാനം എന്ന് പറയുന്നത് എത്ര കിട്ടും? 8000 ഡിവൈഡഡ് ബൈ 20 × 100. ഓക്കെ ആണോ? 0 0 ക്യാൻസൽ ചെയ്തു. 800ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 400 എന്ന് കിട്ടും. ഈക്വൽ ടു 400 × 100 40,000 എന്ന് കിട്ടും. 40,000 രൂപ എന്ന് കിട്ടും. മനസ്സിലായല്ലോ? എന്താണ് ചിലവെന്ന് പറയുന്നത് ഇവിടെ 80%, ബാക്കി 20% അയാളുടെ കയ്യിൽ മിച്ചമുള്ളത്, അല്ലേ? 20% 8000 ആയാൽ വരുമാനം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പഴയ കണക്കിലേക്ക് പോവും. എന്താ? ഒരു സംഖ്യയുടെ A% B ആയാൽ സംഖ്യ എന്ന് പറയുന്നത് B/A × 100. ഓക്കെ ആണോ? ഇത് ലാസ്റ്റ് കണക്ക് നോക്കാം. അയാളുടെ വരുമാനത്തിൻ്റെ 40% ഭാര്യയ്ക്കും 30% മകൾക്കും നൽകി. ബാക്കി അദ്ദേഹത്തിൻ്റെ കൈവശം 3000 രൂപയുണ്ടെങ്കിൽ അയാളുടെ വരുമാനം എത്രയാണ്? നോക്കിയേ, അയാളുടെ വരുമാനത്തിന് അയാൾ ചിലവാക്കിയ എത്ര ശതമാനമാണ്? അയാളുടെ വരുമാനത്തിൽ നിന്നും അയാൾ ചിലവാക്കിയത് എത്ര ശതമാനമാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 40% ഭാര്യയ്ക്ക് കൊടുത്തു, 30% മക്കൾക്കും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 70% അയാൾ ഉപയോഗിച്ചത്, അല്ലേ? അയാൾ 70% അയാളുടെ വരുമാനത്തിൽ നിന്നും വിനിയോഗിച്ചു. ബാക്കി എത്ര ശതമാനമുണ്ട്? ബാക്കി 30% അല്ലേ? ഈ 30% എന്ന് പറയുന്നത് എത്ര രൂപയാ? 3000 രൂപയാണ്. 30% എന്ന് പറയുന്നത് 3000 രൂപയാണെങ്കിൽ വരുമാനം എന്ന് പറയുന്നത് എത്ര കിട്ടും? 3000 ഡിവൈഡ് ബൈ 30 × 100. ഓക്കെ, ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 100 എന്ന് കിട്ടും, അല്ലേ? 100 × 100 10,000 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അയാളുടെ വരുമാനം എത്രയാണ്? 10,000 രൂപ. ഓക്കെ ആണല്ലോ? ഇത്രയും കണക്ക് മനസ്സിലായല്ലോ? അടുത്ത ഈ വീഡിയോയിലെ ലാസ്റ്റ് മോഡലാണ് മോഡൽ 17. നോക്കാം. ഒരു പരീക്ഷയിൽ 50% പേർ ഇംഗ്ലീഷിനും 40% മലയാളത്തിനും 10% പേർ 2 വിഷയങ്ങൾക്കും വിജയിച്ചു എങ്കിൽ 2 വിഷയങ്ങൾക്കും പരാജയപ്പെട്ടവർ എത്ര ശതമാനമാണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ പരാജയപ്പെട്ടവർ എത്ര ശതമാനമുണ്ടെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അല്ലേ? ഈ ക്ലാസ്സിൽ ഈ പരീക്ഷയിൽ പരാജയപ്പെട്ടവർ എത്ര ശതമാനം? പരാജയപ്പെട്ടവരുടെ ശതമാനം കാണണമെങ്കിൽ ആദ്യം എത്ര പേരാണ് ഇതിൽ വിജയിച്ചത് എന്ന് കണ്ടുപിടിക്കണം, അല്ലേ? എത്ര ശതമാനം പേരാണ് വിജയിച്ചത്? ആ വിജയിച്ചവർ ഒഴികെ ബാക്കി എല്ലാവരും പരാജയപ്പെട്ടവരാണ്. മനസ്സിലായോ? അപ്പോൾ ആദ്യം നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം ഈ ക്വസ്റ്റ്യനകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? എത്ര ശതമാനം ആൾക്കാർ വിജയിച്ചു എന്ന് കണ്ടുപിടിക്കുക. നമ്മുടെ ക്ലാസ്സിൽ 100% ആൾക്കാരുണ്ട്. ഈ 100%ത്തിൽ എത്ര ആൾക്കാരാണ് വിജയിച്ചത്? വിജയിച്ചവർ എത്ര ശതമാനമുണ്ടെന്ന് കണ്ടുപിടിക്കുക. അതേ മൈനസ് അല്ലെങ്കിൽ 100 - വിജയിച്ചവരുടെ ശതമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബാക്കിയുള്ള ആൾക്കാർ കിട്ടും. എന്ന് വെച്ചാൽ പരാജയപ്പെട്ടവരെ കിട്ടും, അല്ലേ? അതിനുവേണ്ടി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഒരു ഡയഗ്രാം വരച്ചിട്ട് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇങ്ങോട്ട് നോക്കിയേ, ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ചെയ്തു തുടങ്ങാം. നോക്കിയേ, ഞാൻ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഈ സർക്കിൾ സൂചിപ്പിക്കുന്നത് ഇംഗ്ലീഷ് പരീക്ഷയിൽ വിജയിച്ചവരെയാണ് ഈ സർക്കിൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇംഗ്ലീഷ് പരീക്ഷയിൽ എത്ര പേർ വിജയിച്ചു? 50% ആൾക്കാർ എന്ത് ചെയ്തു? ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വിജയിച്ചു. ഓക്കെ, അടുത്ത നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? മലയാളത്തിന് 40%. മലയാളത്തിന് 40% കുട്ടികൾ വിജയിച്ചു, അല്ലേ? പക്ഷേ ഈ 40-നകത്തിൽ മലയാളത്തിന് 40% വിജയിച്ചതിനകത്തിൽ 10% 2 വിഷയങ്ങൾക്കും കൂടി വിജയിച്ചവരാണ്, അല്ലേ? 10% എന്ന് പറയുന്നത് 2 വിഷയങ്ങൾക്ക് കൂടി വിജയിച്ചവരായതുകൊണ്ട് നമുക്കിത് ഇതിനെ ഇങ്ങനെ വരയ്ക്കാം, ഇതിനോട് ചേർത്ത് ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് മലയാളത്തിന് വിജയിച്ചവർ. മലയാളത്തിന് മൊത്തത്തിൽ എത്ര പേര് വിജയിച്ചു? 40 പേര് വിജയിച്ചു, അല്ലേ? 40% ആൾക്കാർ വിജയിച്ചു. മറ്റേ ഇംഗ്ലീഷിന് എത്ര ശതമാനം ആൾക്കാരാണ് വിജയിച്ചത്? ഇംഗ്ലീഷിന് 50% ആൾക്കാരും വിജയിച്ചു. മനസ്സിലായോ? അപ്പോൾ ഇംഗ്ലീഷിന് 50% ആൾക്കാരും മലയാളത്തിന് 40% ആൾക്കാരും വിജയിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് രണ്ടിലും കൂടെ പാസ്സായവർ, 2 വിഷയങ്ങൾക്കും പാസ്സായത് ഇത്രയും സൈഡുണ്ടല്ലോ, കണ്ടോ? 2 വിഷയങ്ങൾക്കും ബാധകമാണ്. 2 വിഷയങ്ങൾക്കും വിജയിച്ചവർ എത്ര ശതമാനം എന്നാണ് പറഞ്ഞേക്കുന്നത്? അത് 10%. 2 വിഷയങ്ങൾക്കും വിജയിച്ചവർ 10%. ഓക്കെ, 2 വിഷയങ്ങൾക്കും വിജയിച്ചവർ 10%.
മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മളൊരു ഡയഗ്രാം വരച്ചേക്കുന്നത് മനസ്സിലായോ? ആദ്യം ഇംഗ്ലീഷിന് വിജയിച്ചവർ 50%, മലയാളത്തിന് വിജയിച്ചവർ 40%, അല്ലേ? പക്ഷേ ഇത് രണ്ടിനും കൂടെ വിജയിച്ചവരുണ്ട്. രണ്ടിനും കൂടെ വിജയിച്ചവരാണ് ദേ ഇത്രയും ഭാഗത്തുള്ള രണ്ടിനും കൂടെ വിജയിച്ചവർ. അത് എത്ര പേരാണ്? 10% ആൾക്കാരാണ്. ഈ 10% എന്ന് പറയുന്നത് ഈ ഇംഗ്ലീഷിനകത്തിലും ഉൾപ്പെടും, മലയാളത്തിനകത്തിലും ഉൾപ്പെടും, അല്ലേ? അപ്പം ദേ നോക്കിയേ, ഇംഗ്ലീഷിനകത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇംഗ്ലീഷിന് മാത്രം വിജയിച്ചവർ എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ദേ ഇത്രയും ഭാഗം, അല്ലേ? ഈ ഒരു 10% ഒഴികെയുള്ള ഇത്രയും ഭാഗമാണ് നമ്മൾ ഇംഗ്ലീഷിന് മാത്രം വിജയിച്ച ആൾക്കാർ. അതെത്ര പേരായിരിക്കും? മൊത്തം ഇംഗ്ലീഷിന് വിജയിച്ചവർ 50% ഉണ്ടായിരുന്നു, അല്ലേ? മൊത്തം ഇംഗ്ലീഷിന് വിജയിച്ചവർ 50% ഉണ്ടായിരുന്നു. അതിൽ 10% മലയാളത്തിനും ഇംഗ്ലീഷിനും വിജയിച്ചവരാണ്, അല്ലേ? ഇംഗ്ലീഷിനും മലയാളത്തിനും വിജയിച്ചവരാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി ഇംഗ്ലീഷിനും മാത്രം വിജയിച്ചവർ എത്ര ശതമാനം കാണും? 40% കാണും, അല്ലേ? 40% കാണും. ദേ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് 40%. ഓക്കെ ആണോ? 40%. അങ്ങനെയാണെങ്കിൽ ദേ ഈ മലയാളത്തിൻ്റെ കേസ് നോക്കിയേ. മലയാളത്തിന് മൊത്തത്തിൽ 40 പേർ വിജയിച്ചു. 40% ആൾക്കാരാണ് മലയാളത്തിന് വിജയിച്ചത്. പക്ഷേ അതിൽ 10% ആൾക്കാർ ഇംഗ്ലീഷിനും മലയാളത്തിനും കൂടെ വിജയിച്ചവരാണ്. 10% ആൾക്കാർ ഇംഗ്ലീഷിനും വിജയിച്ചു, മലയാളത്തിനും വിജയിച്ചു. പക്ഷേ മലയാളത്തിന് മാത്രം വിജയിച്ചവർ എത്ര ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 40 മൈനസ് 10, 30% ആൾക്കാർ. 30% ആൾക്കാർ മലയാളത്തിന് മാത്രം വിജയിച്ചവരാണ് എന്ന് വെച്ചത് ഇത്രയും ഭാഗം എന്ത് ചെയ്തു? മലയാളത്തിന് മാത്രം വിജയിച്ച ആൾക്കാരാണ്. അതെത്ര? 30%. മനസ്സിലായോ? ഡയഗ്രാം വെച്ച് പറഞ്ഞത് മനസ്സിലായോ? എന്താ പറഞ്ഞത്? ഇംഗ്ലീഷിന് വിജയിച്ചവർ, മലയാളത്തിന് വിജയിച്ചവർ, ഇതിൻ്റെ രണ്ടിനും ഇടയ്ക്ക് 10% ആൾക്കാർ രണ്ടിനും കൂടെ വിജയിച്ചിട്ടുണ്ട്, അല്ലേ? ഇനി ഇംഗ്ലീഷിന് മാത്രം വിജയിച്ചവരുടെ ശതമാനം എന്ന് പറയുന്നത് 40%. കണ്ടോ? ഇംഗ്ലീഷിന് മാത്രം. ഇനി ഇംഗ്ലീഷിനും രണ്ട് വിഷയങ്ങൾക്കും കൂടി ചേർത്ത് മൊത്തത്തിൽ 50. കണ്ടോ? 40 + 10 50%. ഇനി മലയാളത്തിൻ്റെ കേസ് പറയുകയാണെങ്കിലോ, മലയാളത്തിന് മൊത്തത്തിൽ വിജയിച്ചത് 40% ആൾക്കാരാണ്. അതിൽ 10% ഇംഗ്ലീഷിനും കൂടി വിജയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം മലയാളത്തിന് മാത്രം വിജയിച്ചവർ എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 30%. കണ്ടോ? ഇനി നോക്കിയേ, മലയാളത്തിന് വിജയിച്ചവരുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് 30 + 10 40 ആയില്ലേ? കണ്ടോ? മനസ്സിലായോ പറഞ്ഞത്? കണക്ക് പറഞ്ഞാൽ മനസ്സിലായോ? ഈ ഡയഗ്രാം വരച്ചാൽ മനസ്സിലായോ? ഇനി നോക്കേണ്ടത് ദേ ഇവിടെ അങ്ങനെയാണെങ്കിൽ വിജയിച്ചവരെത്രയാണ്? മൊത്തത്തിൽ വിജയിച്ചവരെത്രയാണെന്ന് അറിയാൻ ഇത് 3 കൂടെ കൂട്ടി നോക്കുക. 40 + ഇവിടുത്തെ 10 + ഇവിടുത്തെ 30. കണ്ടോ? ഇതാണ് മൊത്തത്തിൽ വിജയിച്ചവരുടെ എണ്ണം. ഓക്കെ, ഇംഗ്ലീഷിനും മാത്രം വിജയിച്ചതാണ് 40 പേർ. ഇംഗ്ലീഷിനും മലയാളത്തിനും കൂടെ വിജയിച്ചവരാണ് 10 പേര്. മലയാളത്തിനും മാത്രം വിജയിച്ചവരാണ് 30%. അങ്ങനെയാണെങ്കിൽ വിജയിച്ചവരുടെ ശതമാനമാണ് 40 + 10 + 30 എത്ര കിട്ടും? 80 എന്ന് കിട്ടും. 80%. മനസ്സിലായോ? അപ്പോൾ ഈ പരീക്ഷയിൽ 80% ആൾക്കാർ വിജയിച്ചിട്ടുണ്ട്. 80% ആൾക്കാർ എന്ത് ചെയ്തു? വിജയിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ബാക്കി 20%, അല്ലേ? 100ൽ 80% ആൾക്കാർ വിജയിച്ചെങ്കിൽ ബാക്കി 20% ആൾക്കാർ എന്ത് പറ്റി? തോറ്റുപോയവരാണ്, പരാജയപ്പെട്ടവരാണ്. മനസ്സിലായോ? ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ പറഞ്ഞതും ഈ ഡയഗ്രാം വെച്ച് വരച്ചതും മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തു നോക്കാം. അപ്പോൾ ഒന്നും കൂടെ നല്ലോണം മനസ്സിലാവും. നോക്കിയേ, ഒരു പരീക്ഷയിൽ 40% കുട്ടികൾ കണക്കിനും പറഞ്ഞത് ഒരു പരീക്ഷയിൽ 40% കുട്ടികൾ കണക്കിനും 30% കുട്ടികൾ മലയാളത്തിനും വിജയിച്ചു. 10% കുട്ടികൾ 2 വിഷയങ്ങൾക്കും വിജയിച്ചു എങ്കിൽ 2 വിഷയങ്ങൾക്കും പരാജയപ്പെട്ടവർ എത്രയാണ്? നോക്കാം നമുക്ക്. ഈ ഡയഗ്രാം വരയ്ക്കുക. ആദ്യം കണക്കിന് എത്ര ശതമാനം കുട്ടികളാണ് വിജയിച്ചത്? 40% കുട്ടികളാണ് കണക്കിന് വിജയിച്ചിട്ടുള്ളത്, അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. മാത്സിന് വിജയിച്ചവർ, കണക്കിന് വിജയിച്ചവർ എത്രയാ? മാത്സിന് വിജയിച്ചവർ 40%. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 30% കുട്ടികൾ മലയാളത്തിനും വിജയിച്ചു. 10% 2 വിഷയങ്ങൾക്കും വിജയിച്ചു, അല്ലേ? 10% 2 വിഷയങ്ങൾക്കും വിജയിച്ചു. അപ്പോൾ ഇത് 10%, അത് 10%. ബാക്കി മൊത്തത്തിൽ മലയാളത്തിന് വിജയിച്ചവർ എത്ര ശതമാനമാണ്? മലയാളത്തിന് വിജയിച്ചവർ 30%, അല്ലേ? മലയാളത്തിന് വിജയിച്ചവർ 30%.
ഓക്കെ, ഇങ്ങോട്ടൊക്കെ മാത്സിന് വിജയിച്ചവർ 40%, മലയാളത്തിന് വിജയിച്ചവർ 30%, രണ്ട് വിഷയങ്ങൾക്ക് കൂടി വിജയിച്ചവർ 10%. ഇനി ഇതിനകത്ത് നോക്കിയേ, മാത്സിന് മാത്രം വിജയിച്ചവർ, മാത്സിന് മാത്രമേ വിജയിച്ചുള്ളൂ, അവർ മലയാളത്തിന് വിജയിച്ചിട്ടില്ല. മാത്സിന് മാത്രം വിജയിച്ചവർ എത്രയായിരിക്കും? 40-ൽ നിന്നും ഈ 10 മൈനസ് ചെയ്യണം അല്ലേ? 40 മൈനസ് 10 ബാക്കി 30. മനസ്സിലായോ? 30. ഇനി ഒന്ന് നോക്കിയതേ, ടോട്ടൽ നോക്കുകയാണെങ്കിൽ മാത്സിന് മൊത്തത്തിൽ വിജയിച്ചവർ എത്ര ഉണ്ട്? 30 + 10 ഉണ്ട് അല്ലേ? 30 + 10 ഇതല്ലേ മാത്സിന് വിജയിച്ചവർ. ഈ റെഡ് സർക്കിളിനകത്തുള്ളൊരു മാത്സിന് വിജയിച്ചവരല്ലേ? നോക്കിയേ, 30 + 10 ടോട്ടൽ 40. അതേപോലെ ഇനി മലയാളത്തിന് മാത്രം വിജയിച്ചവർ, ഇത് നോക്കിയേ, ഇതാണ് മലയാളത്തിന് വിജയിച്ചവരെ നമ്മൾ എടുത്തിരിക്കുന്നത്, ഈ സർക്കിളാണ് അല്ലേ? അതിനകത്ത് 10% പേർ മാത്സിനും കൂടെ വിജയിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ മലയാളത്തിന് മാത്രം വിജയിച്ചവരെ മാത്രം എങ്ങനെ കണ്ടുപിടിക്കും? 30 - 10 എത്ര? 20. 30 - 10 20. 30 - 10 20. ഓക്കെ ആണോ? ഇനി ഇവിടെ വിജയിച്ചവരുടെ എണ്ണം ഒന്ന് കണക്ക് കൂട്ടിയാൽ വിജയിച്ചവരുടെ ശതമാനം ഈ 30 പ്ലസ് ഇവിടുത്തെ 10 പ്ലസ് ഇവിടുത്തെ 20 എത്ര കിട്ടി? 40 + 20 60 എന്ന് കിട്ടി. അപ്പോൾ 60% കുട്ടികൾ വിജയിച്ചു. 60% കുട്ടികൾ വിജയിച്ചു. നോക്കി, ഇതിൽ 30% മാത്സിന് മാത്രം വിജയിച്ചവരാണ്, 10% മാത്സിനും മലയാളത്തിനും വിജയിച്ചവരാണ്. ഇനി മലയാളത്തിൽ മാത്രം വിജയിച്ചവർ 20%. മനസ്സിലായോ? അങ്ങനെ മൊത്തത്തിൽ 60% കുട്ടികൾ വിജയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പരാജയപ്പെട്ടവർ എത്ര ശതമാനമായിരിക്കും? ബാക്കി 40% കുട്ടികൾ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു പോയി. ഓക്കെ ആണോ? മനസ്സിലായോ? ഡയഗ്രാം വരയ്ക്കുന്നത് മനസ്സിലായോ? ഓക്കെ, ഇതേ അടുത്തൊരു കണക്കൊന്ന് ചെയ്ത് നോക്കിയേ. ഒരു ഗ്രാമത്തിൽ 50% പേർ മലയാള പത്രം വായിക്കുന്നു, 40% പേർ ഇംഗ്ലീഷ് പത്രം വായിക്കുന്നു, 20% പേർ രണ്ട് പത്രങ്ങളും വായിക്കുന്നു. എങ്കിൽ രണ്ട് പത്രങ്ങളും വായിക്കാത്തവർ എത്ര ശതമാനം? ഓക്കെ, നോക്കാം. എന്താ പറഞ്ഞേക്കുന്നത്? 50% പേർ മലയാളം പത്രം വായിക്കുന്നു. 50% ആൾക്കാർ എന്ത് ചെയ്യുന്നു? മലയാള പത്രം വായിക്കുന്നു. ഇതിൽ 40% ആൾക്കാർ എന്ത് വായിക്കുന്നു? ഇംഗ്ലീഷ് പത്രം വായിക്കുന്നു. 40% ആൾക്കാർ ഇംഗ്ലീഷ് പത്രം വായിക്കുന്നു. ഇംഗ്ലീഷ് പത്രം 40%. ഓക്കെ, ഈ 10% രണ്ട് പത്രങ്ങളും വായിക്കുന്നവരാണ് ഈ 10%. ഇവിടെ നോക്കിക്കോ, ബാക്കി 20% എന്ത് ചെയ്യുന്നു? രണ്ട് പത്രങ്ങളും വായിക്കുന്നുണ്ട്. 20% ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് പത്രങ്ങളും വായിക്കുന്നുണ്ട് അല്ലേ? രണ്ട് പത്രങ്ങളും വായിക്കുന്നുണ്ട് 20% ആൾക്കാർ. അത് നമ്മൾ എഴുതി. ഇനി നോക്കിയേ, മലയാള പത്രം മാത്രം വായിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് നോക്കിയേ. 50 - 20 30% ആൾക്കാർ അല്ലേ? മലയാളം പത്രം മാത്രം വായിക്കുന്നവരാണ് 50 - 20 30% ആൾക്കാർ. ഇനി ഇംഗ്ലീഷ് പത്രം മാത്രം വായിക്കുന്നവരോ? 40 - 20 20% ആൾക്കാർ. മനസ്സിലായോ? ഓക്കെ ആണോ? കാരണം അതേ ഈ പോർഷൻ എന്ന് പറയുന്നത് ഇവിടെ മലയാളം പത്രം മാത്രം വായിക്കുന്നവരാണ്. അതേപോലെ ഈ പോർഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇംഗ്ലീഷ് പത്രം മാത്രം വായിക്കുന്നവരാണ് അല്ലേ? ഓക്കെ ആണോ പറഞ്ഞത്? ഇനി നോക്കിയേ, ഇവിടെ പത്രങ്ങൾ വായിക്കുന്നവർ എത്ര പേരുണ്ട്? 30 പ്ലസ് ഇവിടുത്തെ 20 പ്ലസ് ഇവിടുത്തെ 20 അല്ലേ? മലയാള പത്രം മാത്രം വായിക്കുന്നത് 30%, ഇംഗ്ലീഷും മലയാളവും വായിക്കുന്നത് 20%, ഇംഗ്ലീഷ് പത്രം മാത്രം വായിക്കുന്നത് 20%. ടോട്ടൽ എത്ര കിട്ടും? 70 എന്ന് കിട്ടും. അപ്പോൾ 70% ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? പത്രം വായിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി 30% ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല? പത്രം വായിക്കുന്നില്ല. ഓക്കെ ആണോ പറഞ്ഞത്? മനസ്സിലായോ? ലാസ്റ്റ് കണക്ക് ചെയ്ത് നോക്കാം. ലാസ്റ്റ് കണക്ക് നോക്കിയേ, ഒരു ക്ലാസ്സിലെ 80 കുട്ടികളിൽ 45% പേർ ഇംഗ്ലീഷിന് വിജയിച്ചു, 35% പേർ കണക്കിന് വിജയിച്ചു, 20% പേർ രണ്ട് വിഷയങ്ങൾക്കും വിജയിച്ചു. എങ്കിൽ രണ്ട് വിഷയങ്ങൾക്കും പരാജയപ്പെട്ടവർ എത്ര? മനസ്സിലായോ? ഇവിടെ ശതമാനമല്ല ചോദിച്ചിരിക്കുന്നത്, എത്ര കുട്ടികളാണ് പരാജയപ്പെട്ടത്. അപ്പം ചെയ്തു നോക്കാം. എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? 45% കുട്ടികൾ എന്തിന് വിജയിച്ചു? മലയാളത്തിന് വിജയിച്ചു.
45% കുട്ടികൾ എന്തിന് വിജയിച്ചു? ഇംഗ്ലീഷിന് വിജയിച്ചു. ഇനി 35% കുട്ടികൾ എന്തിന് വിജയിച്ചു? കണക്കിന് വിജയിച്ചു. 35% കുട്ടികൾ എന്തിന് വിജയിച്ചു? കണക്കിന് വിജയിച്ചു. ഇനി രണ്ടിനും കൂടെ വിജയിച്ചവരുണ്ടല്ലോ, അതെ ഇത്രയും, അതെത്ര പേരാണ്? 20% കുട്ടികൾ. 20% കുട്ടികൾ എന്തിനു ചെയ്തു? രണ്ടിനും വിജയിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാമല്ലോ, ഇംഗ്ലീഷിന് മാത്രം വിജയിച്ചവർ എത്ര ഉണ്ട്? 45 - 20 25. അപ്പോൾ 25% കുട്ടികൾ എന്തിനു മാത്രം വിജയിച്ചു? ഇംഗ്ലീഷിന് മാത്രം വിജയിച്ചു. അതേപോലെ കണക്കിന് മാത്രം വിജയിച്ചവർ എത്ര ഉണ്ട്? 35 - 20 15% ആൾക്കാരുണ്ട് അല്ലേ. 15% ആൾക്കാർ എന്തിനു മാത്രം വിജയിച്ചു? കണക്കിന് മാത്രം വിജയിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ വിജയിച്ചവരുടെ എണ്ണം ഒന്ന് കൂട്ടിയേ. 25 + 20 + 15 അല്ലേ. എത്ര കിട്ടും? 45 × 5 50 + 60%. 60% ആൾക്കാർ എന്ത് ചെയ്തു? 60% ആൾക്കാർ വിജയിച്ചു. 60% ആൾക്കാർ എന്ത് ചെയ്തു? പരീക്ഷയ്ക്ക് വിജയിച്ചു. അങ്ങനെയാണെങ്കിൽ തോറ്റവരുടെ ശതമാനം എന്ന് പറയുന്നത് 40% കുട്ടികളാണ് അല്ലേ. തോറ്റവർ എത്ര ശതമാനമാണ്? 40%. 80 കുട്ടികളിൽ 40% കുട്ടികൾ എന്ത് ചെയ്തു? തോറ്റുപോയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്തു നോക്കാമല്ലോ. 80ന്റെ 40% കാണണം. ഇവിടെ കുട്ടികളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് 80ന്റെ 40% കാണുക. 8 × 4 32. അപ്പം 32 കുട്ടികളാണ് പരാജയപ്പെട്ടു പോയത്. മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പോൾ ഈ ഡയഗ്രാം വെച്ച് വരയ്ക്കുന്നത് ശ്രദ്ധിച്ച് പഠിക്കുക. എളുപ്പമുള്ള മെത്തേഡാണ്, അതുകൊണ്ട് നമുക്ക് എളുപ്പം പഠിക്കാൻ കഴിയും, തെറ്റാതെ ചെയ്യാനും കഴിയും. ഓക്കെ ആണല്ലോ?